ഹായ്, ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ ഏറ്റവും പുതിയ പടം. ഞാൻ ബേസിക്കലി അങ്ങനെ വലിയ കോമിക് ഫാനൊന്നും അല്ല, സൂപ്പർമാൻ ഫാൻ ബോയും അല്ല. നമ്മൾ വെച്ചിട്ടുള്ള കോമിക് എന്ന് പറയുന്നത് സൂത്രനും ഷെരുവും മീശയെലുമ്പനും മാജിക് മാലു ദുപ്പുവും ചുക്രവും വിക്രമനും മുത്തവും ഇമാതിരി ടീമിനെയാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടം. പക്ഷെ സൂപ്പർമാൻ വായിക്കാത്തൊന്നുമില്ല, വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വലിയൊരു ആരാധനയൊന്നും ഈ സൂപ്പർമാനോടൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ മലയാളത്തിൽ ഇപ്പൊ അങ്ങനെ ചടപടാ റിലീസ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് പടം കാണാമെന്ന് വിചാരിച്ച് കയറി കണ്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഈ ഹോളിവുഡിലെ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെനിക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്ന സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും. അതായത് ഈ വൻ വയലൻസും ഭയങ്കര ഡിസാസ്റ്ററും, മനസ്സിലായില്ലേ, എല്ലാരെയും രക്ഷിക്കാൻ നടക്കുന്ന സൂപ്പർമാൻ അതിനൊക്കെ ഉപരി കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കുന്ന, ഹ്യൂമാനിറ്റി കാണിക്കുന്ന, വല്ലാണ്ട് നിഷ്കുവായ പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിമ്പിൾ, അതായത് നമ്മൾ കോമിക് പുസ്തകത്തിൽ വായിക്കുന്ന എക്സാക്ട് സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, ആ ടൈപ്പ് ഓഫ് കഥാപാത്രമാണ് ഈ സിനിമയിലെ സൂപ്പർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഒന്നും വെച്ചിട്ട് അങ്ങനെ വലിയ സംഭവം പോലെ കാണുമൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് കാണുക. 2 മണിക്കൂറേ പടമുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയ കിടിലനായിട്ടുള്ള മൊമെന്റോ വലിയ ആക്ഷൻ സീക്വൻസോ അങ്ങനെയൊന്നുമില്ല. പരമാവധി ആളുകളെ സേഫ് ആക്കുക, ആളുകളെ മാത്രമല്ല ജീവികളെ. ഒരു സീനിൽ ഒരു അണ്ണാനെല്ലാം നമ്മുടെ സൂപ്പർമാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നുണ്ട്, മറ്റേ മരക്കാറില് പ്രണവ് മോഹൻലാൽ വന്നിട്ട് എടുത്തോണ്ട് പോകില്ലേ, അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും, ചിരി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വളരെ സഹജീവി സ്നേഹമുള്ള, ഭയങ്കര മനുഷ്യത്വം കാണിക്കുന്ന ഒരു മാനെയാണ് ഈ സിനിമയിൽ ജെയിംസ് ഗണ്ണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഈ സിനിമയെ പൊളിറ്റിക്കലായിട്ട് കാണാവുന്നതാണ്. അതായത് ഈ പടത്തിൽ 2 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ജൊറാൻപൂറും അതുപോലെ തന്നെ ബൊറാവിയയും. ഈ ജൊറാൻപൂർ എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് ഒന്നുമില്ല, അവർക്ക് മിലിറ്ററി ഇല്ല, വെപ്പൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും പാവപ്പെട്ട ദരിദ്രവാസികളായിട്ടുള്ള മനുഷ്യന്മാർ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യം പിടിച്ചെടുക്കാനാണ് നമ്മുടെ ബൊറാവിയ വരുന്നത്. ബൊറാവിയ എന്ന് വെച്ചാൽ നല്ല വെൽ സെറ്റ് ടീമാണ്, ഒരു ഭയങ്കരമായ രാജ്യം. നല്ല ആർമി ഉണ്ട്, മിലിറ്ററി പവർ ഉണ്ട്, വെപ്പൺസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്നിനെ പലസ്തീനായിട്ടും മറ്റൊന്നിനെ ഇസ്രായേലായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഈ ബൊറാവിയ എന്ന് പറയുന്ന ഇസ്രായേലിനെ വെപ്പൺസ് എല്ലാം കൊടുത്ത് സഹായിക്കുന്നത് ലൂതർ ലക്സ് എന്ന് പറയുന്ന ഒരു ഭീകരനാണ്, അതായത് ഒരു വില്ലൻ, ഈ പടത്തിലെ വില്ലനാണ്. പക്ഷെ ലൂതർ ലക്സിന്റെ ക്യാരക്ടറിനെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ എലോൺ മസ്കിനെ ആയിരുന്നു. അയാളെ വേണമെങ്കിൽ നമുക്ക് അമേരിക്കയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ജിയോ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. വേറെ ഒരു വഴിയില്ലെങ്കിൽ ഇങ്ങനെല്ലാം കാണാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി, ഞാൻ അങ്ങനെയാണ് കുറച്ചെല്ലാം കണ്ടത്, അപ്പൊ നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡ് കാണാം. ഈ ഡയറക്ടറിന് ഇങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ തപ്പി നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡ് ചിലപ്പോൾ ഇങ്ങനെയാകാം. അങ്ങനെ സിനിമയിലെങ്കിലും പരസ്പരം ജയിക്കട്ടെ, സൂപ്പർമാൻ അവരെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു പെറ്റ്, ഒരു നായ്ക്കുട്ടി നമ്മുടെ സൂപ്പർമാന്റെ കൂടെ ഉണ്ട്. ആ കഥാപാത്രം കുറച്ചൊക്കെ അടിപൊളിയാണ്. അതായത് ഈ 2 മണിക്കൂർ നമ്മൾ ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ പട്ടിക്കുട്ടിയുടെ ക്യാരക്ടർ കൂടി കയറി വരുന്നതാണ്. പിന്നെ ഒരു ജസ്റ്റിസ് ടീമോ അങ്ങനത്തെ ഒരു ടീം കൂടി വരുന്നുണ്ട്. പിന്നെ ഓർത്ത് വെക്കാൻ പറ്റിയ വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ലൂതർ ലക്സിന്റെ വില്ലൻ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ കൊടും വില്ലനായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അങ്ങനെ നല്ല വെൽ സെറ്റപ്പ് ആണ്. ഇങ്ങനെ 2 ടവറിന്റെ ഇടയിൽ ഒരു പാലം എല്ലാം കെട്ടി അവിടെയാണ് ചങ്ങായി താമസിക്കുന്നത്. നല്ല കിട്ടുന്ന സെറ്റപ്പ് എല്ലാം ആണ്. പക്ഷെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. അതായത് എന്തെങ്കിലും തോന്നി വെച്ചാൽ ഒന്നും തോന്നില്ല, അങ്ങനെ പറയാം. എന്റെ കാര്യം പറയുന്നല്ലോ കേട്ടോ. കോമിക്കൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര സംഭവം തോന്നുമായിരിക്കും. നമ്മൾ പിന്നെ വളരെ ലോക്കൽ ആയതുകൊണ്ട് അറിയില്ല. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, എഡിറ്റിങ്ങിലൊന്നും അങ്ങനെ വലിയ പുതുമയൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ക്യാരക്ടറൈസേഷനിലാണ് ഈ പറയുന്ന, ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി സഹജീവി സ്നേഹമുള്ള, മനുഷ്യത്വം കാണിക്കുന്ന. എല്ലാ വില്ലന്മാരെയും അടിച്ചൊതുക്കൊന്നുമില്ല, കുറെ ഇടിയെല്ലാം ഇയാൾ വാങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു സൂപ്പർ ഹീറോയെയാണ് നമ്മുടെ ജെയിംസ് ഗണ്ണ് ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്ന സൂപ്പർ ഹീറോ പടങ്ങളെയൊക്കെ ഈ സിനിമ നല്ല രീതിയിൽ സ്വാധീനിക്കും. കുട്ടികളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പടം കേട്ടോ. നമ്മളൊരു കോമിക് പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മാത്രം ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. 2 മണിക്കൂറേ പടമുള്ളൂ. ഇപ്പൊ ഇഷ്ടംപോലെ പോപ്കോണും പിന്നെ പഴംപൊരിയും ഇതെല്ലാം കൊണ്ട് തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് സിനിമ കാണാം. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള 15 മിനിറ്റും ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാം. അപ്പൊ തന്നെ ഒരു 1/2 മണിക്കൂർ അവിടെ പോയി. പിന്നെ 1.5 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാകും. വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂളായിട്ട് കാണാം. മസ്റ്റ് വാച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. വേറെ ഒരു പണിയില്ലെങ്കിൽ ഇരുന്ന് കാണാം. ഇതാണ് ഞാൻ കണ്ട സൂപ്പർമാൻ. ഇനി നിങ്ങൾക്ക് ഈ സൂപ്പർ ഹീറോ ഫാൻ ബോയ്സിന് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നിയെന്നറിയില്ല. നിങ്ങളും കൂടി കണ്ടു നോക്കുക.
വലിയ മസ്റ്റ് വാച്ച് ഒന്നുമില്ല. പിന്നെ ഇതിന്റെ 3D കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഞാൻ കണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സാധാരണ തിയേറ്ററിലെ 3D കണ്ടത്. ഐമാക്സിലെല്ലാം കാണുന്ന സമയത്ത് ഭയങ്കര സംഭവം തോന്നുമായിരിക്കും. സോ എപ്പോഴെങ്കിലൊക്കെ കാണുക. ഇതാണ് ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ.